ഇനി പണ്ഡിതനെ കാണിച്ചു തരാം. ഇവിടെ വന്ന ഒരു ഭയങ്കര പണ്ഡിതനെ കാണിച്ചു തരാം. അയാൾ എന്നെ പറയുന്നത് തലപ്പാവ് അല്ല തലപ്പാന്നാ പറയുന്നത്. തലപ്പ വെച്ചാ പിന്നെ മുസ്ലിമാർക്ക് എന്തും പറയാം. വന്ന പണ്ഡിതനൊന്ന് കണ്ടോളി. വരട്ടോ നമ്മളെ തലപ്പ. ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളാണ് കണ്ടുവരുന്നത്. ഒരു പണ്ഡിതനാണ് മുസ്ലിംമാരുടെ ബഹുമാനത്തിനോ ആദരവിനോ ഖുർആൻ പറഞ്ഞു കൊടുത്താലും പാവപ്പെട്ട ജനങ്ങളെ വിജയിച്ചും കൈമടക്കം കൊടുക്കും. അതുപോലെ മന്ത്രി എന്തിനു വേണ്ടിയാ ഉൾക്കൊള്ളുന്ന മനുഷ്യന് നൂലിന്റെ ആവശ്യമുണ്ടോ, ചരടിന്റെ ആവശ്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ തഅല്ലഖ ശൈഅൻ വഖുദീ ഇലൈഹി, ആരെങ്കിലും തന്റെ ശരീരത്തിൽ എന്തെങ്കിലും ബന്ധിപ്പിച്ചാൽ അല്ലാഹു അവന് ഒഴിഞ്ഞു മാറുകയും ആ ചരടിലേക്ക് അവനെ ഏൽപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ ഹുജ്ജത്തില്ല. ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളാണ് കണ്ടുവരുന്നത്. ഇതുപോലെ ഈ തലപ്പ ഇരിക്കുന്നതെന്നോളം കാലം മുസ്ലിംമാരുടെ ബഹുമാനത്തിനോ ആദരവിനോ ഖുർആൻ പറഞ്ഞു കൊടുത്താലും പാവപ്പെട്ട ജനങ്ങളെ വിജയിച്ചും കൈമടക്കം കൊടുക്കും. അതുപോലെ മന്ത്രിക്കൽ എന്തിനു വേണ്ടിയാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശ്രദ്ധിക്കണോ, ഇതാണ് ഒരു വലിയ പണ്ഡിതൻ. ഇനി സുന്നിന്ന് മാറിയിട്ട് വന്നൊരു വലിയ എ.പി. അബ്ദുൽ ഖാദർ മൗലവി ഒരു വലിയ പണ്ഡിതൻ കിട്ടിയില്ലേ മൗലവിക്ക്? എന്നാ ആ പണ്ഡിതൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ, മൻ തഅല്ലഖ ശൈഅൻ വുകില ഇലൈഹി എന്ന ഹദീസിൽ അതാ വായിച്ചത് വകുലി ഇലൈഹി. മനസ്സിലായോ? അതെ, മറ്റേ മൗലവി എഴുതി കൊടുത്തത് പക്ഷേ ഹർക്കത്തിട്ട് കൊടുത്തില്ല. ഹർക്കത്തിട്ട് കൊടുക്കാതെ വായിക്കാൻ കഴിയോ ഈ പിള്ളേർക്ക്? ഒന്നുകൂടി വെച്ചാ മതി. ഒന്ന് എല്ലാവരും കേൾക്കേണ്ടത് ഒന്നുകൂടി. നൂലിന്റെ ആവശ്യമുണ്ടോ, ചരടിന്റെ ആവശ്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ തഅല്ലഖ ശൈഅൻ വഖുദീ ഇലൈഹി, ആരെങ്കിലും തന്റെ ശരീരത്തിൽ എന്തെങ്കിലും ബന്ധിപ്പിച്ചാൽ അല്ലാഹു അവന് ഒഴിഞ്ഞു മാറുകയും ആ ചരടിലേക്ക് അവനെ ഏൽപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഒരു പണ്ഡിതൻ ഇപ്പൊ കണ്ടത്, പണ്ഡിതന്മാരിങ്ങനെ കൂട്ടത്തോടെ പോവുകയല്ലേ. വായിച്ചതും അർത്ഥം പറഞ്ഞതും ഒക്കെ തെറ്റാ. കാരണം ഏതോ ഒരു പിള്ളേരെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. എന്നിട്ട് വലിയൊരു തലപ്പ തലേനൊരു സാധനം കെട്ടിയ പണ്ഡിതനാവോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി എത്ര വലിയ ആലുവാ? മൻമോഹൻ സിംഗിനോട് ഫത്വയുടെ മൂപ്പരോടല്ലേ ചോദിക്കേണ്ടത്? ഇങ്ങനെ ആയിപ്പോയല്ലേ മുജാഹിദീങ്ങൾ. ഇവിടെ തന്നെ ഒരു അധ്യക്ഷൻ നാണി ഹാജി, നാണില്ല ഇയാൾക്ക് എനിക്ക് മനസ്സിലാകത്തത്. എ.പി. അബ്ദുൽ ഖാദർ പോലെ വലിയ പണ്ഡിതന്മാരായിട്ട് കൊണ്ടുവന്നത് ഇവിടെ കുണ്ടോട്ടിയിലേ